പല ആളുകളും തെറ്റായിട്ട് ഉച്ചരിക്കുന്ന കുറച്ച് വേർഡ്സുകൾ ഒന്ന് പരിചയപ്പെടാം. ഇതിൽ ഒന്നാമത്തെ വേർഡാണ് എക്സാം. എന്താണ് എക്സാം? ഇത് എക്സാം അല്ല, ഇത് എക്സാം ആണ്. എക്സാം, എക്സാം. ലെറ്റർ എസ് ആണെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ഉച്ചാരണം സൗണ്ട് വരുന്നത് സെഡിലാണ്. എന്ന് വായിക്കണം. എക്സാം. അടുത്താണ് എക്സാമ്പിൾ. എക്സാമ്പിൾ, ഉദാഹരണം. ഇത് എക്സാമ്പിൾ അല്ല, എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ, സൗണ്ട്. എക്സാമ്പിൾ. അടുത്താണ് നമ്മൾ പറയാറില്ലേ കൃത്യമായ. എന്താണ് കൃത്യമായ എന്ന് പറയാ? എക്സാക്ട് അല്ലേ? എക്സാക്ട്, എക്സാക്ട് ആൻസർ എന്ന് പറയും. ഇത് എക്സാക്ട് അല്ല, എക്സാക്റ്റ് ആണ്. എക്സാക്ട്. എന്താണ് എക്സാക്ട്. അടുത്താണ് നമ്മൾ പെരുപ്പിച്ച് പറയുക എന്ന് പറയില്ലേ? പെരുപ്പിച്ച് പറയുക. എക്സാജറേറ്റ്. എക്സാജറേറ്റ്. നോ, എന്താണ് എക്സാജറേറ്റ്. എക്സാജറേറ്റ്, സൗണ്ട്. എക്സാജറേറ്റ്. അതുപോലെ എല്ലാവരും പറയുന്നൊരു വേർഡാണ് ബിസി. ബിസി അല്ലേ? ബിസി. ഞാൻ ബിസിയാണ്, ഞാൻ ബിസിയാണ്. അത് ബിസി സൗണ്ട് അല്ല, ബിസിയാണ്. ബിസി. ഐ എം ബിസി. ഷീ ഈസ് ബിസി. ബിസി, ബി സൗണ്ട് ആണ്. ബിസി. അതുപോലെ മ്യൂസിക്. എന്താണ് മ്യൂസിക്? അത് മ്യൂസിക് അല്ല, മ്യൂസിക് ആണ്. സൗണ്ട്. മ്യൂസിക്, മ്യൂസിക്. അതുപോലെ എക്സാം കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് വരും? അതിൻ്റെ റിസൾട്ട്. റിസൾട്ട് അല്ല, റിസൾട്ട്. സൗണ്ട്. എക്സാം കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരും. റിസൾട്ട്. എക്സാം, റിസൾട്ട്. അതുപോലെ റീസൺ. റീസൺ എന്ന് പറയല്ലേ? കാരണം. റീസൺ. റീസൺ എന്ന് പറയുന്നത് റീസൺ. റീസൺ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സെഡ് ആണ്. സൗണ്ട്. അതുപോലെ ഈ ജോലിയൊക്കെ വളരെ ഈസിയാണ്. ഈസി. ഇത് ഈസി അല്ല, ഇത് ഈസിയാണ്. ഇത് വളരെ ഈസിയാണ്. ഈസി. സൗണ്ട് ആണ്. എസ് അല്ല, ലെറ്റർ എസ് ആണ്. ലെറ്റർ എസ് ആണെങ്കിലും ഇതിന്റെ യഥാർത്ഥ ഉച്ചാരണം എന്താണ്? സെഡ് ആണ്. സൗണ്ട് ആണ്. ഇനി അതും പോട്ടെ, വളരെ ചെറിയൊരു നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഈസ്. ഇല്ല, IS, ഈസ്. ഇത് ഈസ് അല്ല, ഇത് ഈസ്. ആണ്. ഈസ്, ഈസ്. ഷീസ് ഫൈൻ. ഈസ് ഫൈൻ. സൗണ്ട് ആണ്. ഈസ്. അടുത്ത വേർഡാണ് CLOSE, ക്ലോസ്. ഇതിന് രണ്ട് ഉച്ചാരണങ്ങളുണ്ട്. ഒന്നാമതാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ക്ലോസ്, എസ്സിൽ അവസാനം. എസ്. ക്ലോസ്. ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് എന്നാണ്. അടുത്ത്, നിയർ, അടുത്ത്. രണ്ടാമതാണ് ക്ലോസ്. സൗണ്ട്. ക്ലോസ്. ക്ലോസ്. ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടക്കുക. ക്ലോസ് ദ ഡോർ. ക്ലോസ് ദ നോട്ട്ബുക്ക്.